നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ഏപ്രിൽ മാസത്തെ പെൻഷനായ 1600 രൂപ അവരുടെ അക്കൗണ്ടുകളിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലഭിക്കാത്ത ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഒരു മാസത്തെ പെൻഷൻ കൂടി ഈ മാസം ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്, അതിനെക്കുറിച്ചെല്ലാം നോക്കാം. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ഇന്ന് നമ്മുടെ ചാനൽ നടത്തിയൊരു വോട്ടെടുപ്പിൻ്റെ റിസൾട്ടാണ്. നമ്മുടെ ചാനൽ കാണുന്ന വീഡിയോസ് കാണുന്ന 38% ആളുകൾക്ക് ഇന്ന് പെൻഷൻ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ 68% ആളുകൾക്കും പെൻഷൻ ലഭിച്ചിട്ടില്ല. ഏകദേശം 475% ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 1600 രൂപ 24% ആളുകൾക്കും 3200 രൂപ 4% ആളുകൾക്കും ലഭിച്ചെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഇതിൽ 71% ആളുകൾക്കും പെൻഷൻ ലഭിച്ചിട്ടില്ലെന്ന് ഞെട്ടിപ്പിക്കുന്ന കണക്കും നമ്മുടെ ചാനൽ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് പെൻഷൻ ലഭിക്കാത്തത് നമുക്ക് നോക്കാം. പല ആളുകൾക്കും പല കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ ലഭിക്കാത്തത്. ചില ആളുകൾക്ക് പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തത് കൊണ്ടാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു, മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ഒരാൾക്കും ഇനി മുതൽ പെൻഷൻ ലഭിക്കുകയില്ല എന്നുള്ളത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സർക്കാർ ഒരുപാട് അവസരം തന്നതായിരുന്നു. അന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ആളുകൾക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കുകയില്ല. അതുപോലെ തന്നെ ഇനി 2025 പെൻഷൻ മസ്റ്ററിംഗ് അടുത്ത മാസങ്ങളിൽ തന്നെ നടക്കുകയാണ്. അതിന് മുന്നോടിയായി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെല്ലാം കുറിച്ച് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു. പെൻഷൻ ലഭിക്കാത്ത ആളുകൾ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയതെന്ന് കറക്റ്റായി മനസ്സിലാക്കുക. പലർക്കും പല കാരണങ്ങൾ കൊണ്ടായിരിക്കും പെൻഷൻ മുടങ്ങിയത്. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയത് നമുക്ക് നമ്മുടെ പെൻഷൻ പോർട്ടലിൽ പോയി ചെക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെക്ക് ചെയ്ത് അതിനുള്ള മറുകാര്യങ്ങൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുടർന്നും നമുക്ക് പെൻഷനും സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും ലഭിക്കും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ്, ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശികയായ 1600 രൂപ നമുക്ക് ഈ മാസം ചിലപ്പോൾ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ ലഭിച്ചത് വിഷു സംബന്ധമായിട്ടുള്ള പെൻഷനാണെങ്കിൽ ഈസ്റ്ററിനും ഒരു മാസത്തെ പെൻഷൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ അറിയാവുന്ന സമയത്ത് നമ്മുടെ ചാനൽ നമ്മൾ പറയുന്നതാണ്. നമ്മുടെ വീഡിയോ കാണുന്ന ഏകദേശം 50% ആളുകൾക്കും ഇപ്പോഴും പെൻഷൻ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. ഗവൺമെൻറ് സേവനങ്ങൾ കറക്റ്റായി അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കറക്റ്റായി ഫോളോ ചെയ്യാത്തത് കൊണ്ടോ ആണ് അവർക്ക് പെൻഷൻ മുടങ്ങിയത്. വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ എല്ലാ വർഷവും നൽകേണ്ട സത്യവാങ്മൂലം നൽകാത്ത ആളുകളുണ്ട്. അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ആളുകളുണ്ട്. മുകളിൽ പറഞ്ഞതുപോലെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ആളുകളുണ്ട്. അതിനെല്ലാം പുറമെ സർക്കാരിൻ്റെ ഓരോ പുതിയ അപ്ഡേഷൻ വരുന്ന സമയത്ത് നമുക്ക് പെൻഷൻ മുടങ്ങിയ ആളുകളുമുണ്ട്. 2000 സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ, സ്വന്തമായി വാഹനമുള്ള ആളുകൾ, വീട്ടിൽ AC മറ്റ് സൗകര്യമുള്ള ആളുകൾ, ഒന്നിൽ കൂടുതൽ വീടുകളുള്ള ആളുകൾ, അങ്ങനെ പലരും പല കാരണം കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയത്. അതെല്ലാം നമുക്ക് കറക്റ്റായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ പെൻഷൻ പോർട്ടലിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെൻഷൻ മുടങ്ങിയതിൻ്റെ കാരണങ്ങൾ കറക്റ്റായി മനസ്സിലാകും. അതുപോലെ തന്നെ പെൻഷൻ ഇപ്പോൾ അക്കൗണ്ടിലാണ് എത്തിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ തന്നെ അവരുടെ കൈകളിലും പെൻഷൻ എത്തുന്നതാണ്. കറക്റ്റായി കഴിഞ്ഞ മാസവും മുമ്പത്തെ മാസമെല്ലാം പെൻഷൻ ലഭിച്ച ആളുകൾക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.